കാലം പോയ പോക്കേ. ഞാനൊരു വീഡിയോ കാണിക്കാം, അത് കണ്ടിട്ട് അഭിപ്രായം പറയാം. സമ്മതിക്കാനൊന്നുമില്ല, ബാക്കി നല്ല നല്ല ഈ കിടക്കുന്ന നല്ലതൊക്കെ കഴിച്ചു. അതെല്ലാം അടിക്കും. ആ രീതി നമ്മൾ വായിക്കണമെന്ന് അവിടെ വേറൊരു വാചകം കഴിഞ്ഞ് ചേർത്തോളാം. കണ്ടല്ലോ, പ്രേക്ഷകർക്ക് എന്ത് തോന്നുന്നു? ഇതെവിടെയാ നടന്നതെന്നറിയാമോ? നമ്മൾ വിദേശ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലോ അല്ല, നമ്മുടെ കൊച്ചു കേരളത്തിൽ പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ സത്യമുക്കിലാണ്. റോഡ് സൈഡിലുള്ള സ്വന്തം വീടിന്റെ മതിലിൽ വിശുദ്ധ ബൈബിളിലെ രക്ഷാവചനങ്ങൾ എഴുതി വെച്ചതാണ് പോലീസിന്റെ സാന്നിധ്യത്തിൽ മായ്പിച്ചത്. നമ്മൾ പണ്ടുകാലം മുതലേ കണ്ടുവരുന്നതാണ് അവനവന്റെ വീടിന് ചുറ്റുമുള്ള മതിലിൽ ബൈബിൾ വാക്യങ്ങൾ എഴുതി വയ്ക്കുന്നത്. അത് കൂടുതലും പെന്തക്കോസ്തുകാരാണ് അങ്ങനെ ചെയ്യുന്നത്. അവർ ആരെയും വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ ആക്ഷേപിക്കാനോ കളിയാക്കാനോ മതവികാരത്തെ വ്രണപ്പെടുത്താനോ ഒന്നുമല്ല. ബൈബിൾ വചനമാണ്. അത് വായിച്ച് ആർക്കെങ്കിലും മാനസാന്തരം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ, ദൈവവചനമല്ലേ, അത് 10 പേർ വായിക്കട്ടെ എന്ന ചിന്തയിലാണ് എഴുതി വയ്ക്കുന്നത്. അത് എഴുതി വെച്ചതുകൊണ്ട് ആർക്കും ഒരു ദോഷവും ഇല്ല, ഗുണവുമില്ല. അത് കാണുന്നത് തന്നെ അവർക്കൊരു മാനസിക സന്തോഷവും കുളിർമയുമാണ്. ഇങ്ങനെയുള്ള ബൈബിൾ വാക്യം എഴുതി വെച്ചിട്ടുള്ള മതിലുകൾ കണ്ടാൽ മനസ്സിലാക്കാം അതൊരു പെന്തക്കോസ്തു വിശ്വാസിയുടെ വീടാണെന്ന്. മറ്റ് സഭക്കാരിൽ വളരെ ചുരുക്കമാ ഇത് കാണുന്നത്. പക്ഷെ പെന്തക്കോസ്തുകാരുടെ മതിലുകളിലാണെങ്കിൽ അത് ഉറപ്പാണ്, അവർ തന്നെയാണ് ഇത് എഴുതി വെക്കുന്നത്. സത്യമുക്ക് ജംഗ്ഷനിലും പെന്തക്കോസ്തു വിശ്വാസിയുടെ മതിലിലാണ് യേശുക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത നിത്യ രക്ഷാവചനങ്ങൾ എഴുതി വെച്ചത്. ഇത് സമീപവാസികളായ നാട്ടുകാർക്ക് അസ്വസ്ഥതയും ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നുവെന്ന് പറഞ്ഞാണ് പോലീസിന്റെ സാന്നിധ്യത്തിൽ സ്പ്രേ പെയിന്റ് ചെയ്ത് മായ്പിച്ചു കളഞ്ഞത്. മതിലിൽ എഴുതിയ വചനം എന്താണെന്ന് അറിയാമോ? 1 കോരിന്ത്യർ 6 അധ്യായം 9, 10 വാക്യങ്ങൾ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയംഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഇതാണ് പരിസരവാസികൾക്ക് അരോചകമുണ്ടാക്കിയെന്ന് പരാതിപ്പെട്ടത്. ഈ വചനം കൊണ്ട് എന്ത് അസ്വസ്ഥതയും ബുദ്ധിമുട്ടും അരോചകവുമാണ് ഉണ്ടാക്കിയത്? മനസ്സിലാവുന്നില്ല. വിശുദ്ധ ബൈബിൾ വചനമാണ്. വിശുദ്ധ ഖുറാനിലും ഭഗവത്ഗീതയിലും ഒക്കെ ഇത്തരം വാക്യങ്ങളുണ്ട്. അതൊക്കെ പലയിടത്തും ചുവരുകളിൽ എഴുതി വെച്ചിട്ടുള്ളത് നമ്മളൊക്കെ കണ്ടിട്ടുമുണ്ട്, പ്രത്യേകിച്ച് മുസ്ലിം പള്ളിയുടെ മതിലുകളിൽ. അതുപോലെ അമ്പലങ്ങളുടെയൊക്കെ മതിലുകളിൽ കാണാൻ കഴിയും ഇങ്ങനെയുള്ള വാക്യങ്ങളൊക്കെ. അത് ബൈബിൾ വചനങ്ങളല്ല,
മുസ്ലിം പള്ളിയുടെ മതിലിലൊക്കെ ഖുറാന്റെ വാക്യങ്ങളും അതുപോലെ പിന്നെ അമ്പലങ്ങളുടെ മതിലുകളിൽ ഭഗവത്ഗീതയുടെ വാക്യങ്ങളും ഒക്കെയാണ് നമുക്ക് എഴുതി വെച്ചിരിക്കുന്നത് കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന്റെയൊക്കെ സമീപത്ത് താമസിക്കുന്നവർ പരാതി പറഞ്ഞ് അതൊക്കെ അങ്ങ് മായിപ്പിക്കണമല്ലോ. ഇത്രയും തരംതാണ്ട് പോയോ നമ്മുടെ സാംസ്കാരിക കേരളം? ചിന്തിച്ചു നോക്കിക്കേ. മതേതരത്വം പ്രസംഗത്തിൽ മാത്രം ഒതുങ്ങിയോ? ഓണവും ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ, ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും ഒക്കെ നമ്മൾ ഒരുമിച്ച് ആഘോഷിച്ച കാലങ്ങൾ ഇനിയും ഉണ്ടായില്ലേ? പേടിപ്പെടുത്തുന്ന വാർത്തകളാണ് ഓരോ ദിവസവും പിറവിയെടുക്കുന്നത്. നമ്മുടെ ഈ കൊച്ചു സാംസ്കാരിക കേരളത്തിൽ ജാതിയും മതവും വേർതിരിക്കാതെ, അതിൽ മതിൽ കെട്ടാതെ നമുക്ക് ഒരുമിച്ച് ജീവിക്കണം. അങ്ങനെയാണ് നമ്മുടെ പൂർവികന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതും നമ്മളൊക്കെ ജീവിച്ചിട്ടുള്ളതും. നമ്മുടെയൊക്കെ ജീവിതം എത്ര നാളുണ്ട്? ഉള്ള കാലത്തോളം ഏകോദര സഹോദരങ്ങളെ പോലെ തോളോട് തോൾ ചേർന്ന് നല്ല സൗഹൃദത്തിൽ ജീവിക്കണ്ടേ? നമുക്ക് എല്ലാവർക്കും വേണം. അവിടെ ജാതിയും മതവും മതിൽ കെട്ടാൻ അനുവദിക്കരുത്. മതവും വിശ്വാസവും ഭരണഘടനാ സ്വാതന്ത്ര്യമാണ്. അത് അവരവരുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളും സ്വാതന്ത്ര്യവുമാണ്. ഏത് മതത്തിൽ വിശ്വസിക്കണമെന്നും ഏത് മതത്തിൽ പോകണമെന്നും ഏത് സഭയിൽ പോകണമെന്നൊക്കെ അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസം, അത് അവരവരുടെ സ്വാതന്ത്ര്യമാണ്. അതിൽ മറ്റൊരാൾ കൈകടത്തുമ്പോഴാണ് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇനിയും ഇതുപോലെയുള്ള വാർത്തകൾ ജനിക്കാതിരിക്കാൻ ശ്രമിക്കണം. അത്രയേ പറയാനുള്ളൂ.